നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ബിസിനസ്സുകാർക്ക് തന്നെ ഉപയോഗപ്പെടുന്ന വേറൊരു പങ്ക്തിയുമായിട്ടാണ് നമ്മളിന്ന് കാണുന്നത്. പ്രത്യേകിച്ച് GST. എല്ലാ ബിസിനസ്സുകാർക്കും അറിയാമായിരിക്കും GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എല്ലാവർക്കും അറിയാമായിരിക്കും. അല്ലെങ്കിൽ കൊടുക്കേണ്ട ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് എല്ലാവർക്കും ധാരണ ഉണ്ടായിരിക്കും. സോ ഇതിൻ്റെ മിത്ത് ബസ്റ്റേഴ്സാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. മിത്ത് ബസ്റ്റേഴ്സ് എന്ന് പല തെറ്റിദ്ധാരണകളും GSTയെക്കുറിച്ച് ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്കായാലും ശരി, സാധാരണ ജനങ്ങൾക്കായാലും ശരി, ബിസിനസ്സുകാർക്കുണ്ടാകും. പ്രത്യേകിച്ച് പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തിക്ക് ഈ ഒരു പങ്ക്തി ഉപയോഗപ്രദമാകും എന്നാണ് വിശ്വസിക്കുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകാർക്ക് മാത്രമേ, വൻകിടക്കാർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. അങ്ങനെയല്ല. സർവീസ് മേഖലയാണെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ ലിമിറ്റും 20 ലക്ഷത്തിന് മേളിൽ വരവുണ്ടെങ്കിൽ സർവീസ് മേഖലയിലുള്ള ഏതൊരു വ്യക്തിക്കും GST എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ വിൽപ്പന ചെയ്യുന്ന ടീം, അതായത് ട്രേഡിംഗ് ആയിട്ട് സാധനങ്ങൾ വിറ്റുവരവിലൂടെ അങ്ങനെ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ, ഇപ്പം റീറ്റെയിൽ ഷോപ്പ്, ഹോൾസെയിൽ ഷോപ്പ്, ഡിസ്ട്രിബ്യൂഷൻസ്, ഏതൊരു സംരംഭവും 40 ലക്ഷത്തിന് മേളിൽ വിറ്റുവരവുണ്ടെങ്കിൽ, ഇപ്പോൾ സർവീസ് ആണെങ്കിൽ 20 ലക്ഷം രൂപയുടെ സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സർവീസിലൂടെയുള്ള വരവാണെങ്കിലാണെങ്കിൽ, മറ്റത് 40 ലക്ഷം രൂപയിലൂടെ വിറ്റുവരവുണ്ടെങ്കിൽ, 40 ലക്ഷത്തിൻ്റെ മേളിൽ വിറ്റുവരവുണ്ടെങ്കിൽ ആ പറയുന്ന ബിസിനസ് വ്യക്തികളും ഉറപ്പായിട്ടും GST എടുത്തിരിക്കണം. സോ വലിയ ബിസിനസ്, ചെറിയ ബിസിനസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ആക്ച്വലി. ഈ പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റ് ഗവൺമെൻറ് ഓൾറെഡി നിശ്ചയിച്ചിട്ടുണ്ട്. 20 ലക്ഷം സർവീസ് മേഖല, 40 ലക്ഷം മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ട്രേഡിംഗ് മേഖല, അല്ലെങ്കിൽ ദി അതർ കൈൻഡ് ഓഫ് ബിസിനസ്സുകൾ. ഇതിനാണ് നമ്മൾ ത്രെഷോൾഡ് ലിമിറ്റ് പറയുന്നത്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, 20 ലക്ഷത്തിന് താഴെയുള്ള വ്യക്തികൾക്കും 40 ലക്ഷത്തിന് താഴെയുള്ള വ്യക്തികൾക്കും നമുക്ക് GST എടുക്കാം. GST എടുത്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം വാങ്ങിക്കുന്ന ഏതൊരു സാധനവും, ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ നമ്മൾ മാനുഫാക്ചറിൽ നേരിട്ട് വാങ്ങിക്കുന്ന സാധനമാണെങ്കിൽ പോലും ഏതൊരു സാധനത്തിനും GST കൊടുത്ത് തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം അതിൻ്റെ ഇൻപുട്ട്, ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നമ്മൾ കൊടുക്കുന്ന GST നമുക്ക് തന്നെ തിരിച്ച് ഒരു ലംസം എമൗണ്ടായിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. നമ്മുടെ GST പോർട്ടലിൽ നമുക്കത് അറിയാൻ കഴിയും. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ടാക്സ് നേരിട്ട് അടയ്ക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് കസ്റ്റമറാണ്, ബിസിനസ്സുകാരനല്ല, കസ്റ്റമറാണ് നേരിട്ട് അടയ്ക്കുന്നത്. സോ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടാക്സ് നമുക്ക് തിരിച്ച് കിട്ടും. നമുക്ക് തന്നെ കിട്ടും, ബൈ ക്യാഷ് അല്ല. പക്ഷേ നമ്മൾ കൊടുക്കേണ്ട ടാക്സിൽ നിന്നും ആക്ച്വലി നമ്മൾ ഉണ്ടാക്കിയ ലാഭം, നമ്മൾ എത്രയാണോ ലാഭം ഉണ്ടാക്കിയത് അതിന് അഗെൻസ്റ്റ് മാത്രമേ നമുക്ക് ടാക്സ് പേബിൾ വരുന്നുള്ളൂ. അപ്പോൾ ആ ലാഭത്തിൻ്റെ എമൗണ്ടിൽ എത്രയാണോ ടാക്സ് പേബിൾ വരുന്നത് അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി കൊടുത്ത ടാക്സ് നമുക്ക് കുറച്ചിട്ടാണ് ഈ GST വരുന്നത്. സോ അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതാണ് ഫസ്റ്റ് മിത്ത് ബസ്റ്റർ എന്ന് പറയുന്നത്. ചെറുകിട ബിസിനസ്, വലിയ ബിസിനസ് എന്നില്ല, ഏത് ബിസിനസ്സുകാർക്കും GST എടുക്കാം. പക്ഷേ അതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റാണ്. സർവീസ് മേഖല 20 ലക്ഷത്തിന് മേളിലുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. അല്ലാതെ മറ്റ് ബിസിനസ്സുകാർക്ക്, മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ബിസിനസ്സുകാർക്ക് 40 ലക്ഷത്തിന് മേളിലുണ്ടെങ്കിൽ മാത്രം GST എടുത്താൽ മതിയാവും. പക്ഷേ അതിൽ വേറൊരു ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇ-കൊമേഴ്സുകാർക്ക് ത്രെഷോൾഡ് ലിമിറ്റ് ഇല്ല. ഇ-കൊമേഴ്സ് ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററിലി ഉറപ്പായിട്ടും GST എടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ, ഒരു സ്റ്റേറ്റിനകത്ത് നിന്നും മറ്റൊരു സ്റ്റേറ്റിലോട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? GST എടുത്തിരിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ത്രെഷോൾഡ് ലിമിറ്റ്. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതെന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത് ബിസിനസ്സുകാർ മാത്രമാണ് ബെയർ ചെയ്യുന്നതെന്നാണ് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ബിസിനസ്സുകാരല്ല ആക്ച്വലി അത് ബെയർ ചെയ്യുന്നത്, എൻ്റെ കസ്റ്റമറാണ്. ഞാനത് ഓൾറെഡി ഇപ്പം തൊട്ടുമുമ്പത്ത് നമ്മൾ പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. GST എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമറാണ് ആക്ച്വലി ബെയർ ചെയ്യുന്നത്. ഫുൾ തുക ബെയർ ചെയ്യുന്നത് എൻ്റെ കസ്റ്റമറാണ്. ബിസിനസ്സുകാരൊന്നും തന്നെ ബെയർ ചെയ്യുന്നില്ല. ബിസിനസ്സുകാരൻ എന്താണോ നമ്മൾ ബിസിനസ്സുകാർ നേടുന്ന ലാഭം അതിന് അഗെയിൻസ്റ്റ് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. മൂന്നാമെന്ന് പറയുന്നത്, ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്ന ബിസിനസ്സിന് GST ഫയൽ ചെയ്യണ്ട എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ് ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്ന ബിസിനസ്? ഞാനൊരു കച്ചവടക്കാരനാണ്, എനിക്ക് GST ഞാൻ എടുത്തിരുന്നു, ഞാൻ GST കൃത്യമായിട്ട് ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് GST കൃത്യമായിട്ട് ഫയൽ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിൽ എൻ്റെ ബിസിനസ് ഡള്ളായി, എനിക്ക് ബിസിനസ് ഇല്ല, അതായത് വരുമാനമില്ല, ബിസിനസ്സിലൂടെ വരുമാനം ഇല്ല, ഒരു 1, 2, 3 മാസത്തേക്ക് വരുമാനമില്ല. അപ്പോൾ ഞാൻ GST ഫയൽ ചെയ്യാതിരിക്കുക എന്നുള്ള ചിന്താഗതിയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ബിസിനസ് ആക്റ്റീവ് ആണെങ്കിൽ, നമ്മുടെ ബിസിനസ്സിൽ വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? GST ഫയൽ ചെയ്തിരിക്കണം. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ വരുമാനം ഇല്ലെങ്കിൽ നിൽ റിട്ടേൺ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിലൂടെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് സെയിൽസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ കച്ചവടമൊന്നും ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമ്മൾ GST ഫയൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഫയൽ ചെയ്യാതിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഫൈൻ എന്ത് തന്നെയാണോ അത് തന്നെയാണ് ഈ ഒരു പ്രക്രിയയിലും സംഭവിക്കുന്നത്.
സോ എനിക്ക് ബിസിനസ് ഇപ്പം ഒന്നും നടക്കുന്നില്ല, എനിക്ക് ബിസിനസ്സിലൂടെ വരുമാനമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് GST ഫയൽ ചെയ്യാതിരിക്കരുത്. GST രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടോ, ബിസിനസ് ആക്റ്റീവാണോ എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നമുക്ക് വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും GST ഫയലിംഗ് മാൻഡേറ്ററി ചെയ്തിരിക്കണം. ബിസിനസ് ആക്റ്റീവാണോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബിസിനസ് ഇന്നാക്റ്റീവാണ്, നമുക്ക് ബിസിനസ് ചെയ്യുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ GST നിർത്തും, നമ്മൾ രജിസ്ട്രേഷൻ കട്ട് ചെയ്യുമല്ലോ. ഞാൻ അതുകൊണ്ടാണ് ബിസിനസ് ആക്റ്റീവാണോ വരുമാനമുണ്ടോ എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ള രീതിയിൽ കൺവേ ചെയ്യുന്നത്. അടുത്തുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ പ്രൊപ്പറേറ്റർ ബിസിനസ്. അതായത് ഒരു വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അദ്ദേഹം ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ അദ്ദേഹത്തിന് വേറൊരു ബിസിനസ്സിൻ്റെ ഇൻകം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് 40 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവർ ഉണ്ട്, മറ്റൊരു ബിസിനസ് 10 ലക്ഷത്തിൻ്റെ ടേൺ ഓവറേ ഉള്ളൂ. അദ്ദേഹം ഈ 40 ലക്ഷത്തിന് മേളിൽ ബിസിനസ്സിന് ടേൺ ഓവർ ഉള്ളതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിന് വേണ്ടി മാത്രം GST രജിസ്ട്രേഷൻ എടുക്കുന്നു. പക്ഷേ ഒരു പ്രൊപ്പറേറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്ക് എത്ര തന്നെ ബിസിനസ് ഉണ്ടെങ്കിലും ഒരിക്കൽ GST എടുത്തു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സും ഈ പറയുന്ന GST രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കബിലിറ്റിയിലോട്ട് വരും. ഏത് ടൈപ്പ് വരുമാനം ഉണ്ടെങ്കിലും, അതായത് സാലറി ഒഴികെ ബാക്കിയുള്ള ബിസിനസ് കൊണ്ടിട്ടുള്ള എന്ത് വരുമാനം ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ GST ആപ്ലിക്കബിളായിട്ട് മാറുകയും ചെയ്യും. അപ്പം എനിക്ക് ഒരു ബിസിനസ്സിന് മാത്രമേ 40 ലക്ഷം ഉള്ളൂ, മറ്റു ബിസിനസ്സിന് 10 ലക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, GSTക്കകത്ത് ഫയൽ ചെയ്യാതിരിക്കാൻ കഴിയില്ല. സോ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉള്ളതാണ് GST നമ്മൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് GST ഒരു ഭാരമാണ് എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ. ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് GST എക്സംപ്റ്റഡ് ആണ്, പക്ഷേ മാൻഡേറ്ററിലി GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതിന് കൂടെ തന്നെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് LUT എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനും കൂടെ GSTയിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ വാല്യൂവിനും ഓരോ പ്രോഡക്റ്റിനും GST ടോട്ടലി എക്സംപ്റ്റഡ് ആണ്, നിങ്ങൾ GST അടയ്ക്കേണ്ട. അതിനുപരി നിങ്ങൾ ഈ GSTയുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, പ്രോഡക്റ്റ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഒരു ഹോൾസെയിലിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മാനുഫാക്ചറിങ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങൾ കൊടുക്കുന്ന GST, അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന GST, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊക്യൂർ ചെയ്യുമ്പോൾ ഉള്ള GST, ഈ GST എമൗണ്ട് നിങ്ങൾക്ക് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യുകയും റീഫണ്ടായിട്ട് നിങ്ങൾക്ക് നേടുകയും ചെയ്യാം. സോ ഈ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കേണ്ടതായിട്ടുള്ളൊരു, പ്രത്യേകിച്ചും എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ്. എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് ഏതൊവർക്കും GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, പക്ഷേ GST അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അടുത്തുള്ളതെന്ന് പറയുന്നത് GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്ന പാൻ ഉണ്ടെങ്കിൽ മാത്രമേ GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുള്ളൂ. ശരി തന്നെയാണ്, റെസിഡൻ്റ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഏതൊരു ബിസിനസ് കോൺസെപ്റ്റുകൾക്കും പാൻ ഉണ്ടെങ്കിൽ മാത്രമേ GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ NRI സ്റ്റാറ്റസ് ഉള്ളൊരു വ്യക്തി, നിങ്ങൾ ഫോറിൻ നാഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാൻ ഇല്ലാതെ തന്നെ ഗവൺമെൻറ് പറയുന്ന മറ്റ് ഡോക്യുമെൻറ്റ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു രജിസ്ട്രേഷൻ GST രജിസ്ട്രേഷനകത്ത് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം എപ്പോഴും സംഭവിക്കാറുണ്ട്. അതിൽ നമുക്ക് ഒരു GST രജിസ്ട്രേഷനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുമ്പോഴും അതെല്ലാം തന്നെ GST രജിസ്ട്രേഷനകത്ത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. ഒരു GST രജിസ്ട്രേഷനകത്ത് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഈ ബിസിനസ്സുകളെല്ലാം തന്നെ വിത്തിൻ ദ സ്റ്റേറ്റ് ആയിരിക്കണം, ഒരു സ്റ്റേറ്റിനകത്തായിരിക്കണം. കാരണം ഇൻ്റർ സ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ലീഗൽ എൻറ്റിറ്റി ആയിരിക്കണം. അതായത് ഒരു ബിസിനസ് നെയിമിൻ്റെ കീഴിൽ മാത്രമേ മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ 2-3 ബിസിനസ് എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ ആ 2-3 ബിസിനസ് എൻറ്റിറ്റിയും കൂടെ ഒരു GST രജിസ്ട്രേഷന് പറ്റില്ല. ഒരു ബിസിനസ് എൻറ്റിറ്റിക്കകത്ത് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന സിംഗിൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്ന ഗവൺമെൻറ് അവൈൽ ചെയ്തിരിക്കുന്ന ഒരു ബെനിഫിറ്റഡ് ആയിട്ടുള്ള GSTയുടെ ഒരു സ്കീം നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുകയില്ല. സോ കോമ്പോസിഷൻ സ്കീം നമുക്ക് സിംഗിൾ GST രജിസ്ട്രേഷനിൽ പറ്റില്ല. ഇതും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ RCM ആണ്, റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതിൽ റെൻറ്റ് ഇപ്പം പുതുതായിട്ട് ഒക്ടോബർ 10, 2024 മുതൽ RCM ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട് ഫോർ റെൻറ്റ്. അപ്പം അതിൽ നമുക്ക് പലപ്പോഴുള്ള തെറ്റിദ്ധാരണയാണ് റെൻറ്റിന് വേണ്ടിയിട്ടുള്ള നമ്മൾ GST കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം നമുക്ക് ഇതേ തുക നമുക്ക് അടുത്ത ടാക്സിൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ടുള്ളതിൽ മാത്രമേ ഇൻപുട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. എല്ലാ മാസവും നമ്മൾ റെൻറ്റിൻ്റെ RCM അല്ലെങ്കിൽ GST ക്യാഷായിട്ട് തന്നെ അടച്ചേ പറ്റുകയുള്ളൂ. അതിന് ഇൻപുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബിസിനസ്സിൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ മറ്റൊരു പങ്ക്തിയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.